റിയാക്ട് ചെയ്യാനുള്ള വീഡിയോസാണ്. ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തു. ആൻഡ് അതിനകത്ത് ഒരു വേർഡ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പുണ്ട. ഓക്കെ, പുണ്ട എന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങേരെ വിളിച്ച തെറി അതല്ല, അങ്ങേരെ വിളിച്ച വലിയ തെറിയാണ്. അത് ഞാൻ ഇത് ഏതിടെ ഈ പുണ്ട എന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചു. ആൻഡ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു ഇവിടെ വലിയ തെറി വിളിക്കുന്നുണ്ടല്ല, ഇവക്ക് പ്രശ്നമൊന്നുമില്ലേ, ഇവക്ക് എന്താ വിളിക്കുന്നുണ്ട്, ഓളെന്താ പ്രശ്നമായിരിക്കും. ആൻഡ് പുണ്ട എന്ന് വെച്ചാൽ വലിയ എന്തോ സംഭവമാണെന്ന് നിങ്ങൾ മേ ബി ചിന്തിക്കുന്നുണ്ടാവും. പുണ്ട എന്ന് വെച്ചാൽ കഴുത എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഓക്കെ, അതാണ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവം. ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് വെരി നൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഈ ഒരു വീഡിയോ കുറച്ച് തെറികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞാൻ പറയുന്നതല്ല, പക്ഷേ നമ്മുടെ അറിയാം, എല്ലാവർക്കും അറിയുന്ന പോലെ തെറിയിലൂടെ ഫാൻസ് അല്ലെങ്കിൽ മോട്ടിവേഷനിലൂടെ കൂടെ കുറച്ച് ഫാൻസ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് മോട്ടിവേഷൻ മൂക്കുത്തി എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി, നിങ്ങൾ കാണാൻ പോകുന്ന വ്യക്തി. പിന്നെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഈ ഒരു ലേഡി എന്ന് പറയുന്നത് നമ്മുടെ തൊപ്പിനെ പോലെയൊക്കെ നിങ്ങൾക്കറിയാലോ, ഗെയിം സ്ട്രീമും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസിനൊക്കെ റിയാക്ട് ചെയ്യുന്ന ഒരു യൂട്യൂബറാണ്. അപ്പം ഇവർ രണ്ട് പേരും തമ്മിലുള്ള, അതായത് ഇദ്ദേഹം മോട്ടിവേഷണൽ മുക്കുത്തിനെ ഒന്ന് ചൊറിഞ്ഞു, മോട്ടിവേഷൻ മുക്കുത്തി തിരിച്ചും ചൊറിഞ്ഞു. അതിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഒരു വാക്ക് തർക്കവും അതുപോലെ തന്നെ മോട്ടിവേഷൻ മുക്കുത്തി നടത്തിയ ഒരു സ്കാം പുള്ളിക്കാരി പുറത്തു കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. കാരണം എല്ലാവരെയും കയറി ചൊറിയുന്ന സമയത്ത് ഇതുപോലുള്ള ചില പണികൾ ചില ആൾക്കാരെ തേടി വരും എന്നുള്ളത് ഒരു പാഠമാണ് എന്നുകൂടി ഓർക്കേണ്ട കാര്യമാണ്. പിന്നെ ഷസാമിനെ ചൊറിഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഷസാം ഇതുപോലൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടതിന് ഷസാമിനെ ഇതുപോലെ പകരം ഒരു റിയാക്ഷൻ മുക്കുത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എല്ലാവരും കണ്ടിട്ടുണ്ട്. എനിവേ, വീഡിയോയിലോട്ട് കടന്നിട്ട് ബാക്കി കാര്യങ്ങളോട് കിടക്കാം. എന്റെ നാട്ടിലെ സെലിബ്രിറ്റി പയ്യന, കറുമ്പന പോലെയന ഭിന്നോക്കാരന, എട്ടും പൊട്ടും തിരിയാത്ത പുള്ളാരയുടെ ഫാൻസ, നാട് മൊത്തം ചുമ്മാ അങ്ങ് ആകപ്പാടെ ഫേമസ്. എന്റെ പൊന്നു സാറേ എന്നെ കുണ്ണ പറയാന, ചുമ്മാ കേറി കോണ പറഞ്ഞ കുണ്ണയൊളിട്ടടിയ, തായലി കിട്ടിയിടിയ കാരി എന്നെ പറഞ്ഞാൽ എത്ര തെറ്റുകാരനല്ല. 4 പേരുടെ നന്മ മാത്രം കാണുന്ന ഒരു പയ്യന, എന്റെ വാക്ക് കേട്ടവരൊക്കെ നല്ല നല്ല നിലയില. ഇതുകൊള്ള എന്നെ കുണ്ണ പറയാനാ സാറേ? ഇവരാരാന്ന് പറഞ്ഞ മൂക്കുത്തിയ എടാ പൊണ്ടേ, ബജാജ് മൂക്കുത്തി. ഇവൻ ഞാൻ ഇതിൽ കണ്ടില്ലല്ലോ. ഇവൻ നമ്മളെ അണ്ണാണിന്റെ ആരെങ്കിലും ആണോടാ? എന്റെ പൊന്ന് സാറേ എന്നെ കുണ്ണ കണ്ടാ കോണ പറഞ്ഞ കുണ്ണയൊളിട്ട 101% ഷുവർ അണ്ണാനി ഫാൻ, ആവറേജ് അണ്ണാനി ഫാനടാ. അപ്പം ഇതാണ് തുടക്കം എന്ന് പറയുന്നത്. എല്ലാത്തിനും തുടക്കം ഇങ്ങനെയാണല്ലോ അല്ലേ. ഒരു സാധനം കാണുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്ത് സ്വതവേ നമുക്കെതിരെ ആ വ്യക്തി തിരിച്ചൊരു റിയാക്ഷൻ എന്തായാലും ഇടും അല്ലേ. ഇടുന്നത് ഇതിനേക്കാളും വലിയ രീതിയിലുള്ള ഒരു തെറിയായിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ ഇദ്ദേഹം യൂസ് ചെയ്ത വേർഡും നമ്മുടെ നാട്ടിൽ തെറിയായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന, ഒരിക്കലും തെറിയല്ല എന്ന് പറയാൻ പാടില്ല. കാരണം ഇദ്ദേഹം പറയുന്നത്, അതായത് മുക്കുത്തി പറയുന്നത് ഒരു ഹൈ റേഞ്ച് ആണെങ്കിൽ ഇദ്ദേഹം ഒരു ലോ റേഞ്ച് വെച്ചിട്ട് തന്നെ പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം തെറി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു കോമൺ ആണ്. ഇപ്പം എന്താടാ സുഖമല്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം എന്താടാ സുഖമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു പാറ്റേൺ നമ്മുടെ നാട്ടിൽ പല സൗഹൃദങ്ങൾക്കിടയിലും പല മനുഷ്യന്മാർക്കിടയിലും വന്നു തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. പണ്ടൊക്കെ ഒരു തെറി വിളിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. സത്യമായിട്ടും നിങ്ങൾ അത്യാവശ്യം ഒരു 94 കിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അന്നത്തെ സമയത്തൊക്കെ നമ്മൾ മാക്സിമം പോയി കഴിഞ്ഞാൽ പട്ടി തണ്ണി എന്ന് വിളിക്കുന്ന തന്നെ വലിയൊരു പേടിക്കുന്നൊരു സ്വപ്നമാണ് അല്ലേ. പട്ടി തണ്ണി എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ അയ്യോ വലിയൊരു തെറി വിളിച്ച അനുഭൂതിയാണ്. അതുപോലെ ഇപ്പം ആ ഒരു ലെവലിലുള്ള തെറികളാണ് ഇപ്പം ഇതുപോലുള്ള തെറികൾ എന്ന് പറയുന്നത്. കാരണം ആർക്കും ഒരു ഉളുപ്പും കൂടാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രയും പരസ്യമായിട്ട് തെറി വിളിക്കാം എന്നുള്ള ഒരു പേഴ്സണാലിറ്റി ലെവലിലോട്ട് നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും നമ്മുടെ ഇതുപോലുള്ള സഹജീവികളാണെങ്കിലും വളർന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ ഒരു റിയാക്ഷൻ കണ്ടല്ലോ അല്ലേ. ഇനി ഇതിന് പകരം മുക്കുത്തി കൊടുത്തൊരു റിയാക്ഷൻ കൂടി കാണിച്ചു തരാം. Guys, today I'm gonna react a video who actually reacted my video, so I'm gonna fuck that video, man. Let's go. ഞാൻ എന്റെ നാട്ടിലെ സെലിബ്രിറ്റി പയ്യന, കറുമ്പന പോലെയന ഭിന്നോക്കാരന, എട്ടും പൊട്ടും തിരിയാത്ത പുള്ളാരയുടെ ഫാൻസ. പുണ്ടേന്ന് വിളിക്കാൻ ഇവളേത് കാട്ടുപുണ്ടയാ? എനിക്കത് മനസ്സിലായില്ല. ഈ സ്റ്റെപ്പ് നമ്മളെ വീഡിയോ തൊപ്പിന്റെ സ്റ്റെപ്പ് അല്ലേ ഇത്? ഞാനൊരു തെറി പറഞ്ഞ ഞാൻ സായിപ്പിന്റെ ഫാന്, ബോച്ച ഒരു ഡാൻസ് കളിച്ച തൊപ്പിയുടെ ഫാന്, ഇനി അന്തപ്പം കുനിഞ്ഞവളുടെ അപ്പനാന്ന് പറയൂ? എനിക്ക് അറിഞ്ഞൂടാ. നല്ലൊരു വീഡിയോ ഏതെങ്കിലും കുഞ്ഞുങ്ങൾ റിയാക്ട് ചെയ്ത് ഞാൻ തിരിച്ചു വരാം. ഓക്കെ, ബൈ ഗൈസ്. നിന്നെ ഞാൻ അധികം തൊടൂല മോനെ, നിന്നെ തൊട്ട നമ്മ മാറിപ്പോ.
അത്രയും ചീഞ്ഞൊരു സാധനം അത്രയും തീട്ടം മാറുന്ന ഒരു സാധനം, തീട്ട കേസായവൻ. അതുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിയാക്ഷൻ നിനക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇനി ഞാനിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മറ്റൊന്ന് ഇവൻ ആദ്യം കക്കൂസ് കായും കൊണ്ട് ആദ്യം വരും. അതുകൊണ്ട് വേണ്ട, എന്തിനാണ് തീട്ടം പറ്റിയ എനിക്ക് കഴിയാം. അപ്പോൾ കണ്ടല്ലോ അല്ലേ, എല്ലാം തെറികൾ തന്നെയാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വീട്ടിലുള്ള അച്ഛനെയും അമ്മനെയൊക്കെ പറയിപ്പിക്കുന്നതിന് സമയമായി പോകും അല്ലേ. ചിലവർക്ക് ഈ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് ഞാൻ പറയല്ലേ, ഒരു വ്യക്തിയെ തൊടുന്ന സമയത്ത് തിരിച്ച് ആ വ്യക്തിയെ തൊടാൻ പ്രശ്നമൊന്നുമില്ല അല്ലേ. എന്താ, തൊടാം, എല്ലാവർക്കും തൊടാം. കാരണം അവനെ കയറി ചൊറിഞ്ഞിട്ടാണ് അവൻ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ ഒന്നും അറിയാത്തൊരു അച്ഛനമ്മനെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾക്കെതിരെയാണ് എല്ലാം വരുന്നത് അല്ലേ. നിങ്ങളിതൊന്നും കാണിച്ചു കൂട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിനൊന്നും ഇരയാവേണ്ട കാര്യവുമില്ല. ഇരയായ സ്ഥിതിക്ക് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിൽ വിളിച്ചോളൂ. എന്തിനാണ് ഈ വീട്ടുകാരെ വിളിച്ച് ഈ രീതിയിൽ ഒരു തെറിപ്പൂരം നടത്തുന്നതാണ് എൻ്റെ ചോദ്യം. അച്ഛനായാലും അമ്മയാണെങ്കിലും ഒരേ തുല്യത കൊടുക്കണ്ടേ, ഒരേ വാല്യൂ കൊടുക്കണ്ടേ? നിങ്ങൾക്കൊന്നും അത് ഇല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ആ കുട്ടിക്കില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മുക്കുത്തിനോടാണ്. ഇനി ഇത് കാണുമ്പോൾ മുക്കുത്തി അതിനും വലിയ എന്തെങ്കിലും റിയാക്ഷൻ ഇടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എനിവേ അച്ഛനെ വിളിച്ചത് തെറ്റാന്ന് എനിക്ക് തോന്നി. മൈ വേ ഓഫ് വിഷൻ. ഇനിയിപ്പം നിങ്ങൾക്കത് ചിലപ്പോൾ സിമ്പിളായിട്ട് തോന്നാം, എല്ലാവർക്കും അത് തോന്നണം എന്നില്ലല്ലോ. എനിക്കത് തോന്നിയില്ല. പക്ഷെ നിങ്ങൾ റിയാക്ട് ചെയ്തത് ആസ് മച്ച് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം നിങ്ങളെ ഒരാൾ ചൊറിയുമ്പോൾ നിങ്ങൾ എന്തായാലും കയറി ചൊറിയും എന്നുള്ളത് സ്വാഭാവികമല്ലേ. അതിന് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് ഈ ഒരു ലേഡി വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ കൂടി കണ്ടിട്ട് നമുക്ക് കാര്യത്തിലോട് കടക്കാം. വീഡിയോസ് പറഞ്ഞാൽ എനിക്ക് റിയാക്ട് ചെയ്യാനുള്ള വീഡിയോസ് ആണ്. ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തു. ആൻഡ് അതിനകത്ത് ഒരു വേർഡ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പുണ്ട. ഓക്കെ, പുണ്ട എന്നുള്ളൊരു വാക്യം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങേരെ വിളിച്ച തെറി അതല്ല, അങ്ങേരെ വിളിച്ച വലിയ തെറിയാണ്. അത് ഞാൻ ഇത് ഏതാണ് ഈ പുണ്ട എന്നുള്ളൊരു വാക്യം ഉപയോഗിച്ചു. ആൻഡ് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു ഇവിടെ വലിയ തെറി വിളിക്കുന്നുണ്ടല്ല, ഇവർക്ക് പ്രശ്നമൊന്നുമില്ലേ, ഇവർക്ക് എന്താ വിളിക്കുന്നുണ്ട്, ഓളെന്താ പ്രശ്നമായിരിക്കും. ആൻഡ് പുണ്ട എന്ന് വെച്ചാൽ വലിയ എന്തോ സംഭവമാണെന്ന് നിങ്ങൾ മേ ബി ചിന്തിക്കുന്നുണ്ടാവും. പുണ്ടാന്ന് വെച്ചാൽ കഴുത എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. ഓക്കെ, അതാണ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവം. ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് വെരി നെക്സ്റ്റ് ഡേ പുള്ളി എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പം അതിന് പകരമുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ ചോദിക്കട്ടെ, തെറി വിളിച്ചിട്ട് അതിന് എന്തൊരു എക്സ്പ്ലനേഷനാണുള്ളത്? നമ്മുടെ നാട്ടിൽ ഇതൊക്കെ തെറികൾ തന്നെയാണ്. നമ്മൾ എത്രയും അസഭ്യമായിട്ട് കാണുന്ന തെറികൾ തന്നെയാണ്. നിങ്ങളുടെ വീഡിയോ ആരൊക്കെ കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയുമോ എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാൻസ് ഉണ്ടാവാം, നിങ്ങളുടെ തെറിയെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തെറിയെ ആസ്വദിക്കാനുള്ള ആൾക്കാരുണ്ടാവാം, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ നല്ലതോ ചീത്തയോ അതൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവരെ കാഴ്ചപ്പാടാണ്, നിങ്ങളുടെ കാഴ്ചപ്പാടാണ്. പക്ഷേ ഈ തെറി വിളിക്കുന്ന സമയത്ത് നിങ്ങൾ വിളിച്ചോ അതും ഈക്വലാണ്. അദ്ദേഹം വലുത് വിളിച്ചു, തെറിച്ചു, ചെറുത് വിളിച്ചു, അങ്ങനെയല്ല. അദ്ദേഹം വിളിച്ചത് തെറിയാണെന്ന് ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ തെറി തിരിച്ചു വിളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ഒരു തെറി വേർഡ് നിങ്ങൾ അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അദ്ദേഹവും നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? അപ്പോൾ അദ്ദേഹത്തിനെ പുച്ഛിക്കാനോ അദ്ദേഹത്തിനെ കളിയാക്കാനോ നിങ്ങൾക്ക് അതിനുള്ളൊരു അധികാരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു തെറി മോട്ടിവേഷൻ നടത്തുന്ന സമയത്ത്, ആ വീഡിയോ കണ്ട് നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അയാൾ എന്താണോ അതിന് തിരിച്ചു പറയുന്നത് അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം. ഞാൻ അതിൽ എസ്പെഷ്യലി ഞാൻ പറയുന്നു, പേരൻറ്റിനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് പേഴ്സണലി ആര് വിളിച്ചാലും, മുക്കുത്തിയല്ല, ഈ വ്യക്തിയല്ല, ആര് വിളിച്ചാലും ഞാൻ അതിനെ സപ്പോർട്ട് ഒരിക്കലും ചെയ്യില്ല. അതർവൈസ് ഇത് ഞാൻ പറയില്ലേ, ഒരു കോമൺ റിയാക്ഷനാണ്. അദ്ദേഹം വിളിച്ചൊരു തെറിക്ക് ഇദ്ദേഹം റിയാക്ഷൻ ചെയ്തു, ഇദ്ദേഹം റിയാക്ട് ചെയ്ത അതേ സെയിം സാധനത്തിന് അദ്ദേഹം ഒരു റിയാക്ഷൻ ചെയ്തു. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ റിയാക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം പറയുന്നതിന് പകരം വീട്ടിലുള്ള ആൾക്കാരെ വിളിക്കുക എന്ന് പറയുന്നത് അത് ഒരു സംസ്കാരത്തിനും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇനി മറ്റുള്ളവർക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ പറയില്ലേ, ആരാൻ്റെ അമ്മനെ തെറി വിളിച്ചാലും ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വിളിച്ചാലും കാണാൻ നല്ല ചേല എന്ന് പറയുന്ന പോലെ കാണാനും ആസ്വദിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടാവും. എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അച്ഛനമ്മ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട്. എന്തായാലും ഇനി നമ്മുടെ മുക്കുത്തിക്ക് ഈ ഒരു ലേഡി കൊടുത്ത പണിയാണ്, അത് കാണാറ്. അതൊന്ന് കണ്ടിട്ട് ബാക്കിയിലോട്ട്. മറിച്ചാന്ന് പറയുമ്പോ അവർ പേടിച്ച് പോകുന്നു വിചാരിച്ചാണെങ്കിൽ ഞാൻ പോകുന്നത് വിചാരിച്ചത് വലിയ തെറ്റായി പോയി. മോട്ടിവേഷൻ മുക്കുത്തി, നിനക്ക് ആള് മാറിപ്പോയതാണ്. ഞാൻ അത്യാവശ്യം ഒരു ഹോസ്പിറ്റൽ കേസ്, എനിക്ക് 10,000 രൂപയ്ക്ക് ആവശ്യമുണ്ട്. നീ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂടാ? നാളത്തേക്ക് അറേഞ്ച് ചെയ്ത് തരാം. നീ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി തരാം. അത്രയ്ക്ക് അത്യാവശ്യമാണ് മുത്തേ. എന്റെ പൊന്നടാവേ, നിന്റെ മെസ്സേജും കൊണ്ടേന്ന് ഞാൻ കണ്ടൊന്നുമില്ല. നീ നാട്ടുകാരുടെ അടുത്ത് മൊത്തം ഞാൻ നിനക്ക് പൈസ തന്നില്ല, എന്നെ ഊമ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നാണം കെടുത്താൻ വേണ്ടി നിൽക്കില്ല കേട്ടോ. തായലത്തരം കാണിക്കില്ല. ഞാൻ മറന്നതാണ് പറയാൻ, ഞാനിപ്പോൾ തന്നെ ഇട്ടുതരാം. ഓക്കെ, നേരെ തായലത്തരം ഒന്നും കാണിക്കില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം. മെയിൽ
വാങ്ങിച്ചു, ഒരു 500 രൂപ കണ്ടു വാങ്ങിച്ചു. അത് ആണെങ്കിൽ അവനാണ് ഇടയ്ക്കൊരു സ്റ്റോറി ഇട്ട് എല്ലാവരും ഹായ് ഇടാന്ന് പറഞ്ഞു. അങ്ങനെ അവനത് കണ്ടിട്ടാണ്, കൂടുള്ളവരാണ് അത് കണ്ടിട്ട് ഹായ് ഇട്ട്. അപ്പൊ അവനെങ്ങാണ്ട് 500 രൂപ ചോദിച്ചു. എന്തോ അത്യാവശ്യം ഹോസ്പിറ്റൽ കേസോ എന്തോ ആയോണ്ട് പെട്ടെന്ന് ഒരു 500 ഇട്ട് കൊടുക്കാമെന്ന് ചോദിച്ചു. അവനാണെങ്കിൽ മണ്ടനത് ഇട്ട് കൊടുക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു വൈകിട്ട് തരാന്ന്. ഞായറാഴ്ച റേറ്റ് വെച്ചപ്പോൾ പറഞ്ഞത് നാളെ തരാം. അങ്ങനെ ഇപ്പൊ 3-4 ദിവസം ഇതുവരെ പൈസ കിട്ടിയില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചോണ്ടിരുന്ന പുള്ളിക്കാരൻ അവനെ ബ്ലോക്കാക്കി എല്ലാം റിപ്പോർട്ട് അടിച്ചു വിട്ടു അവനെ. അപ്പൊ അവനെ അക്കൗണ്ട് കിട്ടുന്നില്ല. അത് പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴാണ് ഞങ്ങൾക്കും അക്കൗണ്ട് ഒന്നും വരുന്നില്ല. അപ്പം ഞങ്ങൾ വേറൊരുത്തിന്റെ ഫോണിൽ നിന്ന് കമന്റ് സെക്ഷനിൽ കൊണ്ടാക്കുമ്പോൾ കമന്റ് സെക്ഷൻ എല്ലാം ഓഫാക്കി, ആ കമന്റ് എല്ലാം ഡിലീറ്റ് ആക്കി. പൈസ ഇപ്പം കിട്ടുന്നില്ല. അത് ഞാൻ ചോദിച്ചു. ഇവിടെ എല്ലാവരും അവന്റെ അക്കൗണ്ട് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അവന്റെ അക്കൗണ്ട് ഒന്നും കിട്ടുന്നൊന്നുമില്ല. ഇതാണ് മോട്ടിവേഷൻ മുത്തുമണിക്ക് ആള് കൊടുത്ത പണി. ഞാൻ പറഞ്ഞില്ലേ, തെറി പറഞ്ഞ് മോട്ടിവേഷൻ ചെയ്യാൻ ഭയങ്കരമാണ്. ഇദ്ദേഹം ആരോടോ പൈസ വാങ്ങി, ആ പൈസ തിരിച്ചു കൊടുക്കാതെ ഇട്ട് വലിപ്പിച്ച് അദ്ദേഹം കണ്ടില്ലേ, നിങ്ങൾ ഇൻസ്റ്റഗ്രാം മെസ്സേജ് കണ്ടില്ലേ, റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇതാണ് ഞാൻ പറയുന്നത്. ഷസാം ഇതുപോലൊരു വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ മുക്കുത്തിനോടാണ് പറയുന്നത്, മോട്ടിവേഷണൽ മുക്കുത്തി, നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, തെറി പറയാതെ എത്ര നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാം അല്ലേ? നിങ്ങൾ തെറി വിളിച്ച് മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഫാൻസ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, സ്വാഭാവികമാണ്. ഞാൻ അവരെ ആരും കുറ്റം പറയുന്നില്ല. പേഴ്സണലി ആരിഷ്ടപ്പെടണം ആരിഷ്ടപ്പെടണ്ട എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ആ തെറിയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് വാശി പിടിക്കുന്ന പോലെയാണ് നിങ്ങൾ പലരുടെയും നിങ്ങളെ റിയാക്ട് ചെയ്ത വീഡിയോ എടുത്ത് നിങ്ങൾ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഷസാം അതുപോലെ റിയാക്ട് ചെയ്ത സമയത്ത് നിങ്ങൾ ഷസാമിനിട്ടും ഒരു പണി കൊടുത്തു. ഷസാം അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല എന്നുള്ളതാണ് വലിയൊരു ഖേദം. കാരണം ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോണ്ട എന്ന് കരുതിയിട്ടാണോ ഇനി വേറെ എന്തെങ്കിലും കരുതിയിട്ടാണോ ഷസാം മിണ്ടാതെ പോയതെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും എനിവേ നല്ല രീതിയിലുള്ളൊരു മൗനം അവിടെ ഷസാം പാലിച്ച് അങ്ങോട്ട് കൈവിട്ടു. പക്ഷേ ഇതുപോലെ നിങ്ങൾ ഇവിടെ ചൊറിഞ്ഞപ്പോൾ നിങ്ങൾ അത് കരുതിയില്ല എന്നുള്ളതാണ്. അതിനു മുന്നേ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മുടെ മുക്കുത്തി, അതായത് ഈ ലേഡിക്കിട്ട് പണി കൊടുത്ത സമയത്ത് മുക്കുത്തി ഒരു ഇൻസ്റ്റാഗ്രാം റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഒരു ട്രോള് പോലെ അവന് വേറൊരു പണി കൂടി കിട്ടിയിട്ടുണ്ട്. അതും കൂടി കണ്ടിട്ട് നമുക്ക് കാര്യത്തിലൂടെ കിടക്കാം. ഞാനപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത് വേറൊന്നുമല്ല. ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു തീട്ടത്തിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പെണ്ണായിരുന്നു, അവൾ എന്റെ വീഡിയോ റിയാക്ട് ചെയ്തു, ഞാനപ്പോൾ തിരിച്ച് റിയാക്ട് ചെയ്തിരുന്നു. അപ്പോ അതിങ്ങനെ റീച്ചായി കുറെ ആളുകളിലേക്ക് എത്തി. അവളങ്ങനെ നാണം കെട്ട് പോയായിരുന്നു. സത്യം പറഞ്ഞ വീടിന്റെ വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അവളെ എയറിൽ കയറ്റി വിട്ടായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് നീ വെറുതെ കിടന്ന് ഇങ്ങനെയാണ് ഹലോ ഗായ്സ് ഞാൻ പുള കുത്തിപ്പൂറി എന്നൊക്കെ പറഞ്ഞു വന്നാലും ഞാൻ ഭയങ്കര ഷോണാടാ. ഇങ്ങനെ പണി കാണിക്കില്ല, ഞാൻ വീഡിയോസ് ഡിലീറ്റ് ആക്കി കളിക്കില്ല, അവളാരും പറയാലോ. എൻ്റെ പൊന്നു ലൈറ്റേ സോറി, ഞാൻ വീഡിയോ ഒന്ന് കാണാതെ പറ്റേ ഓർത്ത് ഞാൻ തെറി വിളിച്ചതിന് സോറി. ഞാൻ നിന്റെ റിയാക്ട് വീഡിയോ ചെയ്തതിന് സോറി. ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം മാസമായിട്ടുള്ളൊരു പണി കൊടുത്തു. അപ്പം ഇതാണ് നമ്മുടെ മോട്ടിവേഷണൽ മുക്കുത്തിയുടെ യഥാർത്ഥ സ്വഭാവം ആൻഡ് യഥാർത്ഥ മനോഭാവം എന്ന് വേണേൽ പറയാം. ഇതാണ് പറയുന്നത്. പെണ്ണാണെന്ന് കരുതിയിട്ട് ആൺകുട്ടികളെ മെക്കിട്ട് കയറുമ്പോൾ ചില ആൾക്കാർ മൗനം പാലിച്ചു പോകും. അത് പേടിച്ചിട്ടായിരിക്കണം എന്നില്ല. കാരണം നിന്നോട് എന്താ പറയുക, നിന്നെപ്പോലുള്ള ആൾക്കാരോട് ചിലപ്പം എതിർത്ത് നിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിലായിരിക്കില്ല ചില ആൾക്കാർ മൗനം പാലിച്ചു പോകുന്നത്. ഇവള് പറഞ്ഞ പോലെ തൊട്ട് കഴിഞ്ഞാൽ നാറും എന്നുള്ള ബോധമുള്ളത് കൊണ്ട് ചിലപ്പോൾ മിണ്ടാതെ മൗനമായിട്ടിരിക്കുന്നതാവാം, അത്രയേ ഉള്ളൂ. അല്ലാതെ പേടി എന്നല്ല അതിനർത്ഥം. പക്ഷേ ഒരു പെണ്ണ് വിചാരിച്ചാൽ ഇതിനപ്പുറവും കിട്ടും, അല്ലെങ്കിൽ കാണിക്കും, അല്ലെങ്കിൽ ഇതിനപ്പുറവും പണി തിരിച്ച് തരാൻ പറ്റുമെന്നുള്ളത് മനസ്സിലായില്ലേ? ഇപ്പോൾ ഇതാണ് പണി. എന്താ ഇപ്പം നിനക്ക് കാല് പിടിക്കേണ്ട ഗതികേട് വന്നു എന്നുള്ളതാണ്. എന്തിൻ്റെ കാര്യം ഉണ്ടായിരുന്നു മുക്കുത്തിയെ? എന്തിൻ്റെ കാര്യം ഉണ്ടായിരുന്നു? നിൻ്റെ വീഡിയോ കണ്ട ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് അദ്ദേഹം റിയാക്ട് ചെയ്തു, അത് ആ വഴിക്ക് വിട്ടാൽ പോരെ? നിനക്ക് നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫാൻസ് നിനക്കുണ്ട്. അവരെ മാത്രം സന്തോഷിപ്പിച്ച് അവർക്ക് മാത്രം ഇത്രയും തെറി മോട്ടിവേഷൻ കൊടുത്ത് പോയാൽ പോരായിരുന്നോ? എന്തിനായിരുന്നു ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത്? ഇപ്പം ആര് നാറി? നീ തന്നെ നാറി. അപ്പം അത്രേ പറയാനുള്ളൂ. എന്തായാലും എനിവേ ഇത് നല്ലൊരു രീതിയിലുള്ളൊരു പ്രതികാരമാണ് എന്നെനിക്ക് തോന്നി. കാരണം ഒരു വീട്ടിലെ ഒരു അച്ഛനെ അല്ലെങ്കിൽ അമ്മയെ തെറി വിളിക്കുന്ന സമയത്ത് എല്ലാ മക്കളും മിണ്ടാതെ കേട്ടിരിക്കണം എന്നൊന്നുമില്ല. ചില ആൾക്കാർ കൈവെക്കും, ചില ആൾക്കാർ തേടിപ്പോയി ചിലപ്പോൾ തല്ലീന്ന് വരും, വീട്ടിൽ കയറി തല്ലീന്ന് വരും. സ്വാഭാവികമാണ്, ഉറപ്പാണ്.
ഏതൊരു അച്ഛനും അമ്മയ്ക്കും പിറന്ന മകനാണെങ്കിൽ ചെയ്തിരിക്കും 100% ഉറപ്പാണ്. പെൺകുട്ടിക്ക് എന്തായാലും കയ്യങ്കളി നടക്കില്ല. പെൺകുട്ടിക്ക് പറ്റുന്ന രീതി ഇതാണ്. മാന്യമായിട്ട് പ്രൂഫ് അടക്കം മുന്നിൽ കൊണ്ടുപോയി അപമാനിച്ചു എന്ന് വേണേൽ പറയാം. നീ കാല് പിടിക്കുന്നത് വരെ അവൾ പോസ്റ്റ് ഇട്ടു. ഇപ്പം എന്തായി മുക്കുത്തി? ഇതാണ് അവസ്ഥ. വെല്ലുവിളിച്ച് എയറിൽ കയറ്റി. നീ ഇപ്പം എവിടെ സ്പേസിലാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ആ രീതിയിൽ നിന്നെ അവൾ എയറിൽ കയറ്റി എന്ന് വേണേൽ പറയാം. എന്തായാലും ഇതാണ് പറയുന്നത്, നമ്മൾ നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കും തോറും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പല ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ വർഷങ്ങളോളം നിന്നെ സപ്പോർട്ട് ചെയ്തേക്കും. ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ, ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ, നിനക്കും ലിമിറ്റ് കഴിഞ്ഞു എന്നുള്ളൊരു ബോധം ഓട്ടോമാറ്റിക്കായിട്ട് നിൻ്റെ ഫാൻസിനും വരും, നിൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വരും, നിൻ്റെ സപ്പോർട്ടേഴ്സിനും വരും, മനുഷ്യന്മാർക്കും വരും. അന്ന് നിനക്കെതിരെ റിയാക്ട് ചെയ്യുന്ന പല ആൾക്കാരെയും നിനക്ക് മുഖം കാണാൻ പറ്റും. അന്ന് നിൻ്റെ തെറിയൊന്നും എവിടെയും നിൽക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, തെറി പറയുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മനോഭാവം നിൻ്റെ അതേ മനോഭാവമായിരിക്കും. തെറി എന്ന് പറയുന്നത് അത്രയും അഭിമാനത്തോടെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്രയും പച്ചയ്ക്ക് വിളിക്കുക എന്ന് പറയുന്നത് നിൻ്റെ തൊലിക്കട്ടീനെ ഞാൻ സമ്മതിച്ചു. ഒന്നാമത്തെ കാര്യം, നിൻ്റെ മനോഭാവത്തെ അതിനുപരി ഞാൻ സമ്മതിക്കുന്നു. കാരണം എനിക്കൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നൊരു തെറി വിളിക്കുക എന്ന് പറയുന്നത്, 4 ആളുകൾക്ക് ഒരു തെറി പറയാമെന്ന് പറയുമ്പോൾ നമ്മുടെ വില, നമ്മുടെ അച്ഛനമ്മയുടെ വില, നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിന്നെ വളർത്തിയ നിൻ്റെ അച്ഛനമ്മയുടെ വിലയാണ് നീ കൊണ്ടുപോയി കളയുന്നത്. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന 10 പേരുണ്ടെങ്കിൽ 20 പേര് ചിലപ്പോൾ നിന്നെ വെറുക്കുന്നുണ്ടാവും നിൻ്റെ ഈ ഒരു വർത്തമാനത്തിലൂടെ. എത്ര പേരൻസ് കാണുന്നുണ്ടാവും, എത്ര മക്കൾ കാണുന്നുണ്ടാവും, എത്ര വീട്ടുകാർ കാണുന്നുണ്ടാവും. അവർക്ക് നിന്നെപ്പറ്റി പറയുന്നത് എന്തായിരിക്കാം? നിന്നെ കാണുന്ന സമയത്ത്, നിന്നെ കേൾക്കുന്ന സമയത്ത് എല്ലാവരും നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കില്ല മുക്കുത്തിയെ. അതുകൊണ്ട് പറയാണ്, നീ ഇത് നിർത്തണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിൻ്റെ ഇഷ്ടമാണ്. പക്ഷെ പറയാണ്, തെറി വിളിക്കുന്ന സമയം ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം, റിയാക്ട് ചെയ്യും. ആ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവരെ നീ എന്ത് വേണേൽ വിളിച്ചോ, അവരെന്ത് വേണേൽ വിളിച്ചോ, ആ വ്യക്തിയെ നീ എന്ത് വേണേൽ പറഞ്ഞു, ഒരു കുഴപ്പമില്ല. പക്ഷെ വീട്ടുകാരെ വെച്ച് അച്ഛനമ്മ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തികൾക്ക് ബഹുമാനം കൊടുക്കാത്ത, അല്ലെങ്കിൽ ആ വാക്കുകൾക്ക് ബഹുമാനം കൊടുക്കാത്ത രീതിയിൽ പോവല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു അനുമാനം. ബാക്കിയൊക്കെ നിൻ്റെ ഇഷ്ടം. എന്തായാലും ഇനി ഇതുപോലുള്ള പണികൾ ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. കാരണം ഇത്രയും നല്ല സംഭവമായി, ഭയങ്കര ലാലേട്ടൻ സ്റ്റൈലിൽ പണി ഞാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വല്ല എയർ കയറ്റി എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവമായപ്പോൾ മറു സൈഡിൽ ചെമ്പ വിനോദ് കരഞ്ഞ അതേ അവസ്ഥ. അയ്യോ എൻ്റെ പൊന്നു സാറേ, എന്നൊന്നും ചെയ്യല്ലേ പൊന്നു സാറേ, ഞാൻ പാവമാണേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. പലരുടെയും, ഞാൻ പറയില്ലേ, സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ല പലരുടെയും മുഖം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പലരുടെയും മനസ്സ് എന്ന് പറയുന്നത്. പിന്നാമ്പുറത്ത് ഇതാണ് അവസ്ഥ. എന്തായാലും നന്നായി. എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.